മേജർ ലീഗ് സോക്കറിൽ ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് തിരിച്ചടി. അവസാന സ്ഥാനത്തുള്ള DC യുണൈറ്റഡിനോട് സമനില വഴങ്ങി. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. മെസ്സി ഇല്ലാതെയാണ് ഇന്നും മയാമി കളിച്ചത്. നിലവിൽ ലീഗിൽ 5ാം സ്ഥാനത്താണ് ഇന്റർ മയാമി. ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റായ US ഓപ്പണിന് ഇന്ന് തുടക്കമാകും. 4ാം സീഡ് ടൈലർ ഫ്രിറ്റ്സ് ആണ് ആദ്യ ദിനം ഇറങ്ങുന്ന പ്രധാന താരം. വനിതകളിൽ 1ാം സീഡും നിലവിലെ ചാമ്പ്യനുമായ അറീന സബലങ്കയും ആദ്യ മത്സരത്തിന് ഇറങ്ങും. ഒന്നാം സീഡും സിന്നറിന് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചും നാളെയാണ് ആദ്യ മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചരിത്രം കുറിച്ച് ആഴ്സണലിന്റെ കൗമാര താരം മാക്സ് ഡൗമാൻ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ 2ാമത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കി. 15 വയസ്സും 235 ദിവസമാണ് താരത്തിന്റെ പ്രായം. ലീഡ്സിനെതിരായ മത്സരത്തിൽ പകരക്കാരനായാണ് മാക്സ് ഡൗമാൻ കളത്തിലിറങ്ങിയത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മീരാബായ് ചാനു കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാരീസ് ഗെയിംസിൽ അവസാനമായി പങ്കെടുത്ത താരം കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലെ ഹോം ചലഞ്ചിലായിരിക്കും മടങ്ങിയെത്തുക. 2028 ലോസ് ആഞ്ചൽസ് ഗെയിംസിൽ 48 കിലോഗ്രാം വിഭാഗത്തിലായിരിക്കും മീരാബായ് ചാനു മത്സരിക്കുക. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ സ്വർണം നേടി ഇന്ത്യയുടെ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ. ചൈനയുടെ വെൻയു ഷാവോയെ മറികടന്നാണ് തോമറിന്റെ നേട്ടം. 462.5 പോയിന്റുകൾ നേടിയാണ് തോമർ ഒന്നാമതെത്തിയത്. നേരത്തെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി മെഡൽ സ്വന്തമാക്കിയിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പ്രീമിയർ ലീഗിൽ പ്രിറ്റോറിയ ക്യാപിറ്റൽസിന്റെ മുഖ്യ പരിശീലകനായി മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി ചുമതലയേറ്റു. രാജകുമാരന് ക്യാപിറ്റൽസ് ക്യാമ്പിലേക്ക് സ്വാഗതമെന്ന കുറിപ്പോടെയാണ് ഗാംഗുലിയെ ഫ്രാഞ്ചൈസി വരവേറ്റത്. ഇതാദ്യമായാണ് പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ഗാംഗുലി എത്തുന്നത്. ജൊനാഥൻ ട്രോട്ടിന് പകരക്കാരനായാണ് ഗാംഗുലി പരിശീലകനാകുന്നത്. ഡിസംബർ 26 മുതൽ ആരംഭിക്കുന്ന SA 2020യുടെ 4ാം സീസണിന് തുടക്കമാകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ കൂറ്റൻ ജയവുമായി ഓസ്ട്രേലിയ. 276 റൺസിനാണ് റോട്ടീസിനെ ഓസ്ട്രേലിയ തകർത്തത്. 432 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ 155 റൺസിന് ഓസീസ് എറിഞ്ഞിട്ടു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന്റെ ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ്, കാമറൂൺ ഗ്രീൻ എന്നിവരുടെ സെഞ്ചുറിയാണ് ടീമിന് കരുത്തായത്. അലക്സ് കാരി അർദ്ധ സെഞ്ചുറി നേടി. ഓസീസിനായി കൂപ്പർ കനോലി 5 വിക്കറ്റ് എടുത്തു. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ ജയിച്ച ദക്ഷിണാഫ്രിക്ക നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു.